ഇന്ന് രാവിലെ തന്നെ കൂട് തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. താറാവ് മുട്ടയിട്ടിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് താറാവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടക്കാലത്ത് വെച്ചൊക്കെ മുട്ടയൊക്കെ കുറഞ്ഞൊക്കെ വന്ന സമയത്ത് നമ്മളങ്ങ് താറാവിനെ കൊടുത്തതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മളൊരു 6 കുഞ്ഞുങ്ങളെ ഇട്ടിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ വലുതായത് അത് 4 പൂവൻ താറാവായിപ്പോയി. പിന്നെ ഒരു പിടത്താറാവും ഒരു പൂവനുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതാണിപ്പോൾ നമുക്കൊരു മുട്ടയിട്ടേക്കുന്ന. ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഇട്ട് കിട്ടിയതാണ് ഈ മുട്ട. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു മുട്ട എന്നാണ് ഇടുന്നതെന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ എന്തായാലും ഇന്നൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. രാവിലെ തന്നെ ഞാനാണെങ്കിൽ എനിക്ക് എത്ര തിരക്കുള്ള സമയമാണെങ്കിലും ഞാൻ രാവിലെ തന്നെ കൂട് തുറന്ന് തീറ്റയൊക്കെ വെച്ച് കൊടുത്താലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മൾ തന്നെ രാവിലെ എണീച്ച് എപ്പോഴാണെങ്കിലും ആഹാരമൊക്കെ കഴിച്ചിട്ടൊക്കെ വന്ന് നോക്കുന്നവരൊക്കെ ഉണ്ട്, കോഴിയും താറാവിനെയൊക്കെ അവരുടെ സമയം അനുസരിച്ച്. പക്ഷേ എനിക്കാണെങ്കിൽ ഞാൻ രാവിലെ എണീച്ചാൽ ഉടനെ ആദ്യം ചെയ്യുന്നത് ഇവർക്ക് തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നീട് ഞാൻ പോലും ആഹാരം കഴിക്കുള്ളൂ. അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. കോഴികൾക്കും താറാവിൻ്റെ അടുത്തും ഒക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതുപോലെ തന്നെ ആടിനെയൊക്കെ എല്ലാത്തിനെയും ഇഷ്ടമാണ്. ആടിനെയൊക്കെ വളർത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ട് ഇപ്പോൾ എനിക്ക് ആടിനെയൊന്നും വളർത്താൻ പറ്റാത്ത ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ. നമ്മൾ ഒരു കൂട്ടിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്, താറാവിൻ്റെ കൂട്ടിൽ തന്നെ ഇട്ടേക്കാണ്. അപ്പോൾ അപ്പുറത്തൊരു കൂടും കൂടി ഉണ്ട് ചേർന്നിട്ട്, അതിൽ വലിയ കോഴികളാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഇടാൻ പറ്റത്തില്ല. അത് ഭയങ്കര കൊത്താണ്, പൂവൻ കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ താറാവിൻ്റെ കൂടെ ഇട്ടേക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് കുഴപ്പമൊന്നുമില്ല, ഇണങ്ങി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ BB3 കോഴി കുഞ്ഞുങ്ങളാണത്. നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കാണണം. നമ്മൾ അത് വാങ്ങിയ അതിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അതിന് കൊടുത്തിട്ടുള്ള മരുന്നുകളും. അതിന് 15 കുഞ്ഞുങ്ങളും നമുക്കിപ്പോഴും ഉണ്ട്, ഒരെണ്ണം പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാൻ ആ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടുള്ളത് ചൂട് സമയത്ത്, നല്ല ചൂടുള്ള സമയത്തായിട്ട് പോലും നമ്മൾ കൊടുക്കുന്ന ആ ശ്രദ്ധയും പരിചരണവും ഒക്കെ കൊണ്ടിട്ടാണ് നമുക്ക് ഇതുവരെയും കുഞ്ഞുങ്ങൾക്കൊരു കുഴപ്പവും ഇല്ലാത്തത്. അപ്പം നമ്മളെല്ലാവരും കോഴിയൊക്കെ താറാവിനെയൊക്കെ വളർത്തുന്നവരുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് കോഴിയും താറാവിനെയും ഒക്കെ നമുക്ക് വളർത്തിയാലും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, അങ്ങനെ ചത്തൊന്നും പോകത്തില്ല. നമ്മൾ യഥാസമയം മരുന്ന് കൊടുക്കുക, അതുപോലെ ആഹാര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ സന്തോഷത്തോടെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്, പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരൊന്ന് സ്കിപ്പ് അടിക്കാതെ കാണണം കേട്ടോ. എന്നാലേ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.